ഈ വർഷം എനിക്ക് സാധിക്കാൻ പറ്റി. 15 പേര്, ഞാൻ 20 പേരെ കൊണ്ടുവന്നിട്ടുണ്ട്. അത്രമേൽ എനിക്ക് അമ്മയുടെ തൃപ്പാദത്തിൽ എൻ്റെ കണ്ണുനീര് വീഴണം. പോയ തവണ വന്നിട്ട് ഒരു കല്ലെടുത്തിട്ട് പോയി, വീട് പണിയായിരുന്നു. ഈ വർഷത്തേക്കും പൂർത്തിയായാൽ വരാമെന്നായിരുന്നു പറഞ്ഞ്. ഇവിടെ വന്നിട്ട് പോയ കുടുംബത്തിനൊരു സമാധാനം. അമ്മേ ശരണം, ദേവി ശരണം. പൊങ്കാലയിടാൻ തുടങ്ങിയിട്ട് എത്ര വർഷമായി? ഒരു 10 വർഷത്തിന് മേളായി കാണും. വിശ്വാസം ഉണ്ടായിട്ട് ഇടുന്നത്. എന്തെങ്കിലും ഞാൻ ഒരു പ്രാവശ്യം പൊങ്കാലയിടാൻ വന്നപ്പോൾ എനിക്കൊരു അനുഭവം ഉണ്ടായതിൻ്റെ പേരിലാണ് ഞാൻ ഇടുന്നത്. ഇതെങ്ങനെ തലേ ദിവസം എങ്ങനെ ഇവിടെ വന്നിരുന്നിട്ട്? ഇന്ന് വെളുപ്പിനെ വന്നതാണ്. വെളുപ്പിനെ വന്ന് നാളെ പൊങ്കാല കഴിഞ്ഞിട്ടില്ല. ഇതിപ്പം എൻ്റെ കണക്കിന് 4 വർഷമായതേ ഉള്ളൂ. തലേ ദിവസം ഇങ്ങനെ വന്ന് ഇന്ന് നാളെ ആകുമ്പോൾ 3-ാമത്തെ ദിവസമായി. ഇന്ന് 2 ദിവസമായി. ഇന്നലെ വന്ന് ഞങ്ങൾ. വിശ്വാസം, അമ്മയോടുള്ള വിശ്വാസം. 25 വർഷത്തോളമായി. 25 വർഷമായി. എല്ലാവരും അമ്പലത്തിന്റെ അടുത്തുനിന്നാണ് വരുന്നത്. അല്ല, ഞങ്ങൾ ഇന്നലെ വൈകിട്ട് വന്ന് അമ്പലത്തിൽ വന്ന് തൊഴുത് അവിടെ ഞങ്ങൾ ഇരുന്നോണ്ടിരുന്നേ. അപ്പൊ അവിടെ കിട്ടിയില്ല. ഞങ്ങള് ഭയങ്കര ബുദ്ധിമുട്ടായി പോയി ഞങ്ങൾക്ക്. കോവിഡിന് മുമ്പ് വരെ വരുമായിരുന്നു. കോവിഡ് കഴിഞ്ഞതൊക്കെ പിന്നെ ആദ്യമായിട്ടാണ് വരുന്നത്. ഇത് എത്ര ദിവസമായി നിങ്ങളിവിടെ? ഇന്നലെ രാത്രി 1 മണിയായപ്പം അവിടുന്ന് തിരിച്ച് വെളുപ്പിന് ഇവിടെ എത്തി. തിരിച്ച് 5 മണിയായപ്പോൾ ഇവിടെ എത്തി. പൊങ്കാലയ്ക്ക് വരാൻ തുടങ്ങിയിട്ട് എത്ര വർഷമായി? 2 വർഷമായി. അല്ലാതെ ഞാൻ മണ്ടക്കാട്ട് പോകുമ്പോൾ കയറി തൊഴുതിട്ട് അങ്ങ് പോത്തേ ഉള്ളൂ. പൊങ്കാല ഇടാൻ വന്നിട്ടില്ല. ഇതിപ്പോ 2ാമത്തെ പൊങ്കാല. ഞാൻ ഇന്നലെ വന്നത്. അങ്ങോട്ട് എങ്ങനെയാ? മറ്റേ നാളെ അങ്ങ് പോകും. ഞാൻ 23 വർഷമായിട്ട് വരുന്നത്. എൻ്റെ പേര് വത്സല, കരുനാഗപ്പള്ളിയിൽ നിന്നും വരുന്നു. അമ്മയോടുള്ള അമിതമായ വിശ്വാസത്തിൻ്റെ പേരിലാണ് ഞാൻ എല്ലാ വർഷവും വരുന്നത്. ഒരു പ്രാവശ്യം ഇതുപോലെ എനിക്കൊരു അസുഖം വന്ന് അപ്പോഴാ എൻ്റെ അടുത്ത് പറഞ്ഞു, മണ്ടപ്പുറ്റ് വിഴുങ്ങിക്കഴിഞ്ഞാൽ ഇത് മാറുമെന്ന്. അമ്മയോട് ഞാൻ അങ്ങേയറ്റം കടപ്പെട്ടിരിക്കുന്നു. എന്താന്ന് വെച്ചാൽ അത്രമേൽ എനിക്ക് അമ്മയുടെ തൃപ്പാദത്തിൽ എൻ്റെ കണ്ണുനീര് വീഴണം. എന്താന്ന് വെച്ചാൽ അത്ര വിശ്വാസമാണ് എനിക്ക്. എവിടെന്നാ വരുന്നത്? ഞങ്ങൾ കരുനാഗപ്പള്ളി. ഇവിടെ മൊത്തം കരുനാഗപ്പള്ളിക്കാരാണോ? കരുനാഗപ്പള്ളിക്കാർ. വർഷങ്ങളായിട്ട് ഞങ്ങൾ ഇവിടെ തന്നെ സ്ഥിരമായിട്ട് വരാറ്. ഇപ്രാവശ്യം ആണെങ്കിൽ ഞാൻ സ്വന്തമായിട്ട് വണ്ടി വിട്ടാ വന്നത്. നേർച്ച വണ്ടിയായിരുന്നു. 20 പേരെ ഫ്രീ ആയിട്ട് കൊണ്ടുവന്നു. ഒരു ജോലിയുടെ കാര്യത്തിന് വേണ്ടിയിട്ട് അമ്മയോട് പ്രാർത്ഥിച്ചിട്ട് പോയി. കഴിഞ്ഞ വർഷം, ഈ വർഷം എനിക്ക് സാധിക്കാൻ പറ്റി. 15 പേര്, ഞാൻ 20 പേരെ കൊണ്ടുവന്നിട്ടുണ്ട്. ആദ്യമായിട്ട് വരുവാ ഇവിടെ. ആദ്യമായിട്ടാണ് പൊങ്കാലയ്ക്ക്. എങ്ങനെയാ? എനിക്ക് അമ്മയായിരുന്നു വന്നുകൊണ്ടിരുന്നത്. എനിക്കൊരു വിശ്വാസം, ആറ്റുകാലമ്മയോട് ഇവിടെ വന്ന് ഒരു ദിവസം എന്തെങ്കിലും ഒക്കുമ്പോൾ വന്ന് പൊങ്കാല ഇടണമെന്നുള്ളത്. അപ്പൊ ഇത്തവണയാണ് അത് സാധിച്ചത്? ഇത്തവണ സാധിച്ചത്. എല്ലാ വർഷവും വരാറുണ്ട്? എല്ലാ വർഷവും വരാറുണ്ട്. ഇപ്പൊ എത്ര വർഷമായി? 10-12 ആയി. 12 വർഷമായി. കുറച്ച് പേര് ഒരു 12-15 വർഷമായി. പക്ഷെ ഞങ്ങൾ 2 വർഷമായിട്ടുള്ളൂ വരാൻ. പോയ തവണ വന്നിട്ട് ഒരു കല്ലെടുത്തിട്ട് പോയി, വീട് പണിയായിരുന്നു. ഈ വർഷത്തേക്കും പൂർത്തിയായാൽ വരാമെന്നായിരുന്നു പറഞ്ഞ്. പൂർത്തിയായി. വീട് ഫംഗ്ഷനൊക്കെ കഴിഞ്ഞു അവര്. അപ്പൊ അതൊരു വിശ്വാസം. പോയ ശേഷമാണ് അയാൾ കല്ല് മുഹൂർത്തം വെച്ചത്. വീട് പാല് കാച്ചിട്ടാണ് 2ാം പറ പൊങ്കലിന് വന്നത്. ഞാനിപ്പം 10-12 വർഷം കൊണ്ട് വരുന്നുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ്. ഇതൊക്കെ 5 വർഷമായി. 3 വർഷമായി വരുന്നത്. എല്ലാവരും എങ്ങനെയാ ഇത്? നേരത്തെ എല്ലാ വർഷവും ഇങ്ങനെ ഇതുപോലെയാണോ? നേരത്തെ വന്നിട്ട് തലേന്ന് 2 ദിവസം മുമ്പ് വരും ഞങ്ങൾ. വരുന്നുണ്ട്. ഇവിടെ താമസിക്കാനായിട്ട് വീടോ അങ്ങനെ? ഞങ്ങൾ സ്ഥിരമായിട്ട് താമസിക്കുന്നൊരു വീടുണ്ട്. അവിടെ താമസിച്ച് ഞങ്ങളെല്ലാം കുളിച്ചിട്ടാണ് ഇപ്പം അമ്പലത്തിലോട്ട് പോവുക. ഇപ്പൊ പത്മനാഭനെ കൂടെ തൊഴുതിട്ട് പോവാന്നുള്ളതാ. ഇനി പഴവങ്ങാടി പോകുന്നുണ്ട്. അപ്പൊ ഇനി തിരിച്ചു പോക്കേണ്ട എപ്പോഴാ? നാളെ പൊങ്കാല കഴിഞ്ഞിട്ട് 2 മണിയാകുമ്പോഴത്തേന് ഞങ്ങൾ എല്ലാം പറക്കി കെട്ടി പോവും. പിന്നെ അടുത്ത പ്രാവശ്യത്തേക്ക് ഞങ്ങൾ വരും. ഞാനൊക്കെ 5-8 വർഷമായി ഇവിടെ വന്നിട്ട് പോയ കുടുംബത്തിനൊരു സമാധാനം. കിട്ടത്തട്ട 60 വർഷം കൊണ്ട് കച്ചവടം ഉണ്ട്. ഇവിടെ തന്നെയാണ് ഞങ്ങൾ കച്ചവടം. ഹോൾസെയിലായിട്ട് ലാറിക്കണക്കിന് തമിഴ്നാട്ടിൽ നിന്ന് എടുക്കുന്നത്. ഞങ്ങൾ ഈ തൊഴിൽ ചെയ്യുന്നവരുമാണ്. എല്ലാ വർഷവും ഞങ്ങൾ ഇവിടെ വരുന്നത്. ഇതിന്റെ ഒരു പ്രോത്സാഹനമാണ് നമ്മൾ ഈ കലം വിൽക്കുന്നത്. അതുകൊണ്ട് പിന്നെ നമ്മളത് വിറ്റുകൊണ്ട് നമ്മൾ കൊണ്ട് കൊടുക്കണം. ഇത്രയാണ്. അല്ല, എല്ലാ വർഷവും ഇങ്ങനെ വരാറ്? ഈ ആദ്യത്തെ വർഷമാണ് നമ്മളിവിടെ വരുന്നത്. ആദ്യത്തെ വർഷമാണ് വരുന്നത്.
ഞാൻ പൊങ്കാല ഇടാൻ വന്നിട്ടുണ്ട്, കഴിഞ്ഞാറിന് വന്നിട്ടുണ്ട്. 2 വർഷത്തിന് മുമ്പ് മക്കളും ഞാനുമായിട്ട് പൊങ്കാല ഇടാൻ വന്നിട്ടുണ്ട്. ഈ വിൽപ്പന ആദ്യമായിട്ട് വിൽപ്പന ആദ്യമായിട്ടാണ് മകത്. അമ്മേനെ നല്ലൊരു പൊങ്കാല ഇടുന്നത് വലിയ സന്തോഷമാണ്. നമുക്ക് ഒരുപാട് ലാഭങ്ങളൊക്കെ ഉണ്ട് അതിൽ. സമാധാനമുണ്ട്. അമ്മ നല്ലൊരു പൊങ്കാലൊക്കെ ഇടുമ്പോൾ നല്ല സമാധാനമുണ്ട്. മൂന്നാമത്തെ പൊങ്കാല. ഞാൻ കുറേ വർഷം കൊണ്ടുണ്ട്. ഞാൻ മൂന്നാമത്തെയാണ്. ഞാൻ കുറേ നാൾ കൊറോണ അതിനൊക്കെ പിന്നെ വന്നിട്ടില്ല. മാത്രം വന്നില്ല. അന്ന് പോലും ഇങ്ങോട്ട് വന്നിട്ടില്ല. ഞാനും 5-6 എണ്ണം ഇട്ട്. അമ്മേ ശരണം ദേവി ശരണം, അമ്മേ ശരണം ദേവി ശരണം.